A very fine morning one and all. So last video class we have discussed the decision making process. Now we move on to the next section, that is programmed and non-programmed decisions under certainty, uncertainty and risk, creative process and innovation. So ഇതാണ് നെക്സ്റ്റ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന 3 ടോപ്പിക്സ്. ഇതിൽ ആദ്യം തന്നെ പ്രോഗ്രാംഡ് ആൻഡ് നോൺ പ്രോഗ്രാംഡ് ഡിസിഷൻസ്. ഓക്കെ, പ്രോഗ്രാംഡ് എന്ന് വെച്ചാൽ ഓൾറെഡി പ്രോഗ്രാം ചെയ്ത് വെച്ചിരിക്കുന്ന ഇൻസ്റ്റൻസസ്. ഓക്കെ, അപ്പോൾ അങ്ങനെ ഓൾറെഡി പ്രോഗ്രാം ചെയ്ത് അല്ലെങ്കിൽ ഒരു ഫ്രീക്വൻ്റ് ആയിട്ടൊരു റുട്ടീനായിട്ടുള്ള കാര്യങ്ങൾ. സോ അങ്ങനെ റുട്ടീനായിട്ട് എന്തെങ്കിലും പ്രോബ്ലംസ് അറൈസ് ചെയ്യുവാണെങ്കിൽ അതിനെടുക്കുന്ന ഡിസിഷൻസ് ആണ് പ്രോഗ്രാംഡ് ഡിസിഷൻസ്. So programmed decisions are also known as routine decisions or structured decisions. They are taken frequently and are repetitive in nature. Decisions are generally taken by middle or lower level managers and they have a short term impact. ഇപ്പോൾ മിഡിൽ ലെവൽ അല്ലെങ്കിൽ ലോവർ മാനേജേഴ്സ് എടുക്കുന്ന ഡിസിഷൻസ് ആണ് പ്രോഗ്രാം ഡിസിഷൻസ് ആൻഡ് ദേ ഹാവ് എ ഷോർട്ട് ടേം. ഓക്കെ, അതിൻ്റെ ഇമ്പാക്റ്റ് എന്ന് വെച്ചാൽ കുറച്ച് നാളത്തേക്കുള്ളൂ. ദേ ആർ എസ്റ്റാബ്ലിഷ്ഡ് പ്രൊസീജിയേഴ്സ്. സോ ഓൾറെഡി പ്രീ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ള പ്രൊസീജിയേഴ്സ് ആയിരിക്കും. അതായത് നമ്മുടെ ഓർഗനൈസേഷണൽ ഗൈഡ് ലൈൻസും പോളിസീസും വെച്ചിട്ട് ഓൾറെഡി തന്നെ എസ്റ്റാബ്ലിഷ് ചെയ്ത പ്രൊസീജിയേഴ്സ് ആയിരിക്കണം ഇതിൽ ഫോളോ ചെയ്യേണ്ടത്. അതിന് എക്സാമ്പിൾസ് പറയുകയാണെങ്കിൽ പർച്ചേസ് ഓർഡേഴ്സ്. നമുക്ക് എന്തെങ്കിലും പർച്ചേസ് ചെയ്യാനുണ്ടെങ്കിൽ ലൈക്ക് റോ മെറ്റീരിയൽസിൻ്റെ അങ്ങനെ പർച്ചേസിന് വേണ്ടിയിട്ട് ഓർഡേഴ്സ് കൊടുക്കാനുണ്ടെങ്കിൽ സോ അങ്ങനെയുള്ള കാര്യത്തിന് ഓക്കെ എങ്ങനെയാണ് ആ ഒരു യൂഷ്വൽ നോർമൽ പ്രൊസീജിയേഴ്സ്. സാങ്ഷനിങ് ലീവ്സ്, ഇൻക്രിമെൻറ്റ്സ് ഇൻ സാലറി. സോ ഇതൊക്കെ എന്തിന് എക്സാമ്പിളാണ്? പ്രോഗ്രാംഡ് ഡിസിഷൻസിന് എക്സാമ്പിളാണ്. സോ ദേ ആർ പ്രീ പ്രോഗ്രാംഡ്, ഓൾറെഡി പ്രോഗ്രാം ചെയ്ത് പ്രീ എസ്റ്റാബ്ലിഷ് ചെയ്ത ഡിസിഷൻസ് ആണ് പ്രോഗ്രാം ഡിസിഷൻസ്. നെക്സ്റ്റ് ഇസ് നോൺ പ്രോഗ്രാംഡ് ഡിസിഷൻസ്. നോൺ പ്രോഗ്രാംഡ് എന്ന് വെച്ചാൽ ഒരു അൺയൂഷ്വൽ, അതായത് യൂഷ്വലി കമ്പനി ആ ഒരു ഓർഗനൈസേഷൻ്റെ യൂഷ്വലിന്ന് ഡിഫറെൻ്റ് ആയിട്ട് ഓക്കെ യൂഷ്വൽ പ്രൊസീജിയേഴ്സിൽ നിന്ന് ഡിഫറെൻ്റ് ആയിട്ട് എന്തൊക്കെ ഡിസിഷൻസ് ആണ് ഓക്കെ ഏതൊക്കെ ടൈമിലാണ് എടുക്കുക, ആ കാര്യങ്ങളാണ് നോൺ പ്രോഗ്രാംഡ് ഡിസിഷൻസ്. സോ ദേ ആർ സ്ട്രാറ്റജിക് ഡിസിഷൻസ് ഓർ ബേസിക് ഡിസിഷൻസ്, പോളിസി ഡിസിഷൻസ് ഓർ അൺസ്ട്രക്ചേർഡ് ഡിസിഷൻസ്. ഓക്കെ, സ്ട്രാറ്റജിക് ഒരു ഓവറോൾ സ്ട്രാറ്റജി, ആ ഒരു പ്ലാൻ ചെയ്യുന്ന കമ്പനി പ്ലാനിങ്ങിൻ്റെ ഒരു കൂട്ടത്തിൽ വരുന്നതാണ്. അതുപോലെ തന്നെ ബേസിക് ഓക്കെ അതായത് കമ്പനി പോളിസീസും. സോ ഇതെല്ലാം എങ്ങനെയാണ് ഓക്കെ ഈ കമ്പനി പോളിസീസൊക്കെ നമ്മൾ എങ്ങനെയാണ് ഡെവലപ്പ് ചെയ്യുന്നത്? സോ ത്രൂ ഡിസിഷൻസ്. അതാണ് നോൺ പ്രോഗ്രാം ഡിസിഷൻസ്. ഇനി അൺസ്ട്രക്ചേർഡ് ഓക്കെ ദെൻ ഇറ്റ് ഈസ് ടേക്കൺ ബൈ ദ ടോപ്പ് മാനേജ്മെൻറ്റ്. സോ ഈ ഡിസിഷൻസ് എടുക്കുക, നോൺ പ്രോഗ്രാംഡ് ഡിസിഷൻസ് എടുക്കുന്നത് ടോപ്പ് മാനേജ്മെൻ്റ് ആയിരിക്കും. ദ ഡീൽ വിത്ത് യുണീക്ക് ഓർ അൺയൂഷ്വൽ ഓർ നോൺ റുട്ടീൻ പ്രോബ്ലംസ്. ഓക്കെ, അൺയൂഷ്വലായിട്ട് ഇപ്പോൾ കമ്പനിയിൽ നിന്ന് യൂഷ്വൽ പ്രൊസീജിയേഴ്സിൽ നിന്ന് മാറി അൺയൂഷ്വലായിട്ട് എന്തെങ്കിലും അല്ലെങ്കിൽ യുണീക്കായിട്ടോ അല്ലെങ്കിൽ ആ റുട്ടീനിൽ നിന്ന് മാറി എന്തെങ്കിലും പ്രോബ്ലംസ് അറൈസ് ചെയ്ത് കഴിഞ്ഞാൽ അതെങ്ങനെയാണ് സോൾവ് ചെയ്യുക? സോ ദേ കനോട്ട് ബി ടാക്കിൾഡ് ഇൻ എ പ്രീ ഡിറ്റർമൈൻഡ് മാനർ. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു പ്രീ എസ്റ്റാബ്ലിഷ് ആയിട്ടുള്ള ഒരു മാനറിൽ അത് ടാക്കിൾ ചെയ്യാൻ പറ്റില്ല. സോ ഫോർ ദാറ്റ് വി നീഡ് എ കെയർഫുൾ അനാലിസിസ്. ഓക്കെ, സോ എ കെയർഫുൾ അനാലിസിസ് ഇസ് മെയ്ഡ് ബൈ ദ മാനേജ്മെൻറ്റ് ബിഫോർ ടേക്കിംഗ് എ ഡിസിഷൻ ആൻഡ് ദിസ് ഡിസിഷൻ വിൽ ഹാവ് എ ലോങ് ടേം ഇമ്പാക്റ്റ്. ഈ ഡിസിഷൻ ഒരു ലോങ് ടേം ഇമ്പാക്റ്റ് ഉണ്ടായിരിക്കും. എക്സാമ്പിൾസ് പറയുകയാണെങ്കിൽ ഇൻഡസ്ട്രിയൽ റിലേഷൻസ് പ്രോബ്ലം. ഓക്കെ, ദാറ്റ് ഈസ് എനി പ്രോബ്ലംസ് അറൈസിങ് ബിറ്റ്വീൻ എംപ്ലോയി ആൻഡ് എംപ്ലോയേഴ്സ്, അങ്ങനത്തെ എന്തെങ്കിലും പ്രോബ്ലംസ്. അതുപോലെ തന്നെ മാർക്കറ്റ് ഷെയർ, ഒരു ഏതെങ്കിലും ഒരു കമ്പനിയുടെ അതിൻ്റെ മാർക്കറ്റ് ഷെയർ കുറയുകയാണെങ്കിൽ ഓക്കെ അത് കൂട്ടാൻ നമുക്ക് എന്തൊക്കെ ചെയ്യാം? സോ അതിന് കുറച്ച് ക്രിട്ടിക്കലായിട്ടുള്ള ഡിസിഷൻസ് എടുക്കണം. സോ ദേ ആർ നോൺ ആസ് നോൺ പ്രോഗ്രാംഡ് ഡിസിഷൻസ്. ദെൻ ഹൗ ടു ഇൻക്രീസ് കോമ്പറ്റീഷൻസ് ഇൻക്രീസ് ചെയ്യാനായിട്ട് എന്ത് ഡിസിഷൻ എടുക്കാം? അതുപോലെ തന്നെ ബിസിനസ് അക്യൂസേഷൻ നമുക്ക് അക്വയർ ചെയ്യാനായിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ടോപ്പ് മാനേജ്മെൻ്റ് ആയിരിക്കും ഡിസിഷൻസ് എടുക്കുന്നത്. ആൻഡ് സച്ച് ഡിസിഷൻസ് വിച്ച് ആർ അൺയൂഷ്വൽ ഓർ നോൺ റൂട്ടീൻ ദേ ആർ നോൺ ആസ് നോൺ പ്രോഗ്രാംഡ് ഡിസിഷൻസ്. സോ ഇതാണ് പ്രോഗ്രാംഡ് ആൻഡ് നോൺ പ്രോഗ്രാംഡ് ഡിസിഷൻസ്. നെക്സ്റ്റ് ഈസ് ഓർഗനൈസേഷണൽ ആൻഡ് പേഴ്സണൽ ഡിസിഷൻസ്. സോ ഓർഗനൈസേഷണൽ ആൻഡ് പേഴ്സണൽ ഡിസിഷൻസ് എന്ന് വെച്ചാൽ ആൻ ഇൻഡിവിജ്വൽ ഇൻ ഹിസ് ഒഫീഷ്യൽ കപ്പാസിറ്റിയാണ്. ആ ഒരു ഒഫീഷ്യൽ കപ്പാസിറ്റിയിൽ ആ ഒരു പൊസിഷനിൽ ഇരുന്നുകൊണ്ട് ഓർഗനൈസേഷന് വേണ്ടിയിട്ട് എടുക്കുന്ന ഡിസിഷൻസ് ആണ് ഓർഗനൈസേഷണൽ ആൻഡ് പേഴ്സണൽ ഡിസിഷൻസ്. സോ ദിസ് വിൽ ബി ടേക്കൺ പേഴ്സണലി ആൻഡ് പേഴ്സണലി ബേസ്ഡ് ഓൺ വൺസ് റാഷണാലിറ്റി, ജഡ്ജ്മെൻറ്റ് ആൻഡ് എക്സ്പീരിയൻസ്. ഓക്കെ, ആ ലോജിക്കും ജഡ്ജ്മെൻറ്റൊക്കെ വെച്ചിട്ട് സ്വന്തമായിട്ട് എടുക്കുന്ന ഡിസിഷൻസ് ആണ്
organizational and personal decisions. And this in turn will affect the organization directly. Okay, direct effect ഉണ്ടായിരിക്കും. ആൻഡ് ഈ ഡിസിഷൻസ് പേഴ്സണലാണ്, കുറച്ച് പേഴ്സണൽ ആയിട്ടുള്ള ഡിസിഷനാണ്. സോ ഇറ്റ് മേ ഫേവർ എ സെറ്റ് ഓഫ് പീപ്പിൾ. ഓക്കെ, കുറച്ച് പേർക്ക് അതായത് കുറച്ച് ബയസ്ഡ് ആയിരിക്കും. ഇനി എക്സാമ്പിൾസ് പറയുകയാണെങ്കിൽ ന്യൂ ഇൻസെൻറ്റീവ് സിസ്റ്റം. ഓക്കെ, പുതിയൊരു ഇൻസെൻറ്റീവ് പ്രപ്പോസ് ചെയ്തു. ഈ ഇൻസെൻറ്റീവ് സിസ്റ്റം, അതുപോലെ തന്നെ ഒരു എംപ്ലോയിയെ ട്രാൻസ്ഫർ ചെയ്യുക, അതുപോലെ തന്നെ പുറത്ത് പോയ ഒരാളെ റീഡിപ്ലോയ് ചെയ്യുക. സോ ഇങ്ങനെയുള്ള ഇതൊക്കെയെന്ന് വെച്ചാൽ പേഴ്സണലി എടുക്കുന്ന ഡിസിഷൻസാണ്. ആൻഡ് ദാറ്റ് ഈസ് മേ ബി ടു ഡു എ ഫേവർ, ഒരു ഫേവറായിട്ടാകാം. ആൻഡ് ദിസ് വിൽ ഹാവ് എ ഡയറക്റ്റ് ഇമ്പാക്റ്റ് ഓൺ ദി ഫങ്ഷനിങ് ഓഫ് ഓർഗനൈസേഷൻ. ഓക്കെ, സോ ഇതാണ് ഓർഗനൈസേഷണൽ ആൻഡ് പേഴ്സണൽ ഡിസിഷൻസ്. ആൻഡ് നെക്സ്റ്റ് ഇസ് ഡിസിഷൻ മേക്കിംഗ് അണ്ടർ ഡിഫറെൻറ്റ് കണ്ടീഷൻസ്. സോ ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പാർട്ടാണ്. അതായത് നമ്മൾ കുറച്ച് സിറ്റുവേഷൻസ് തരികയാണ്. ആ സിറ്റുവേഷൻസിൽ ഓരോ സിറ്റുവേഷൻസിലും നമ്മൾ നേരത്തെ പറഞ്ഞു സിറ്റുവേഷൻസിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഡിസിഷൻസ് ഉള്ളത്. അപ്പോൾ ഓരോ സിറ്റുവേഷൻസിലും നമ്മൾ ഡിസിഷൻസ് എടുക്കുന്നത് ആ സിറ്റുവേഷനെ അനുസരിച്ചായിരിക്കും. അപ്പോൾ അങ്ങനെ പറയുകയാണെങ്കിൽ ഇവിടെ 3 ടൈപ്പ് ഉണ്ട്: ഡിസിഷൻ അണ്ടർ സെർട്ടനിറ്റി, ഡിസിഷൻ അണ്ടർ അൺസെർട്ടനിറ്റി ആൻഡ് ഡിസിഷൻ അണ്ടർ റിസ്ക്. സോ നെക്സ്റ്റ് വൺ ഈസ് ഡിസിഷൻ അണ്ടർ സെർട്ടനിറ്റി. സോ ഡിസിഷൻ അണ്ടർ സെർട്ടനിറ്റി എന്ന് വെച്ചാൽ എന്താണ്? അതായത് ആ സിറ്റുവേഷൻ നമുക്ക് ഓൾറെഡി, അതായത് എന്താണോ ഹാപ്പൻ ചെയ്യാൻ പോകുന്നത് ആ സിറ്റുവേഷൻ അത് നമുക്ക് ഓൾറെഡി അറിയുന്നതായിരിക്കും. ഓക്കെ, സോ അത് നോൺ ആയിരിക്കും. സിറ്റുവേഷൻ നോൺ ആകുന്ന കേസിനെയാണ് നമ്മൾ കണ്ടീഷൻ ഓഫ് സെർട്ടനിറ്റി എന്ന് പറയുന്നത്. സോ എ കണ്ടീഷൻ ഓഫ് സെർട്ടനിറ്റി എക്സിസ്റ്റ് വെൻ ദ ഡിസിഷൻ മേക്കർ നോസ് വിത്ത് റീസണബിൾ സെർട്ടനിറ്റി ദാറ്റ് വാട്ട് ദി ഓൾട്ടർനേറ്റീവ്സ് ആർ. ഓക്കെ, എന്തൊക്കെയാണോ ഓൾട്ടർനേറ്റീവ്സ്, അതുപോലെ എന്തൊക്കെ കണ്ടീഷൻസാണ് അതിനെ അസോസിയേറ്റ് ചെയ്തിട്ടുള്ള കണ്ടീഷൻസ്. ഓക്കെ, അതുപോലെ തന്നെ ഓരോ ഓൾട്ടർനേറ്റീവിൻ്റെയും റിസൾട്ട്. സോ ഇത്രയും കാര്യങ്ങൾ ഓൾറെഡി നമുക്ക്, അതായത് എന്തൊക്കെയാണ് ഹാപ്പൻ ചെയ്യാൻ പോകുന്നത് ആ ഒരു കാര്യങ്ങൾ ഓൾറെഡി ഡിസിഷൻ മേക്കറിന് അറിയുന്നതായിരിക്കും, നോൺ ആയിട്ട് ഉള്ളതായിരിക്കും. സോ അണ്ടർ കണ്ടീഷൻസ് ഓഫ് സെർട്ടനിറ്റി ആക്യുറേറ്റ്, മെഷറബിൾ ആൻഡ് റിലയബിൾ ഇൻഫർമേഷൻ on which to base decisions is available. So already informations ഒക്കെ അവൈലബിളും ആയിരിക്കും. ദ കോസ് ആൻഡ് എഫക്റ്റ്. ഓക്കെ, അതുപോലെ തന്നെ നമുക്ക് കോസും എഫക്റ്റും അതും നോൺ ആയിരിക്കും. അതുപോലെ തന്നെ ഫ്യൂച്ചർ, സോ ഫ്യൂച്ചറും പ്രഡിക്റ്റബിൾ ആണ്. സോ വാട്ട് എവർ is about to happen, that is known to us. So such condition is known as condition of certainty and the decisions taken. ഓക്കെ, അപ്പോൾ എങ്ങനെയുള്ള ഡിസിഷൻസ് ആയിരിക്കും അങ്ങനെ ഒരു കേസിൽ നമ്മൾ എടുക്കുക? വി ഗോ ഫോർ റുട്ടീൻ ഡിസിഷൻസ്. ഓക്കെ, സോ സച്ച് കണ്ടീഷൻ എക്സിസ്റ്റ് ഇൻ കേസ് ഓഫ് റുട്ടീൻ ആൻഡ് റിപ്പിറ്റേറ്റീവ് ഡിസിഷൻസ്. അതായത് പ്രോഗ്രാം ഡിസിഷൻസ് ആയിരിക്കും നമ്മൾ ഡിസിഷൻസ്, അതായത് സർട്ടേൺ ആയിട്ടുള്ള കണ്ടീഷൻസിൽ എടുക്കുന്നത്. സോ ഇസ് ഇറ്റ് ക്ലിയർ? അതാണ് ഡിസിഷൻ അണ്ടർ സെർട്ടനിറ്റി. ഓക്കെ, സെർട്ടനിറ്റി എന്ന് വെച്ചാൽ എന്താണ്? അതായത് എന്തൊക്കെയാണ് ഓൾട്ടർനേറ്റീവ്സിന് ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ, അതുപോലെ തന്നെ അതിൻ്റെ ഔട്ട്കം, ഇതെല്ലാം ഓൾറെഡി നോൺ ആയിരിക്കും. അതുപോലെ തന്നെ ഇൻഫർമേഷൻസും ഡേറ്റയും, ഓക്കെ, ആക്യുറേറ്റ് ആയിട്ടുള്ള ഡേറ്റയും ഇൻഫർമേഷൻസും ഒക്കെ അവൈലബിൾ ആയിരിക്കും. മാത്രമല്ല നമുക്ക് എന്തൊക്കെയാണോ ഇതിൻ്റെ റിസൾട്ട്, ഒരു ഔട്ട്കം, അത് പ്രഡിക്റ്റബിളും ആയിരിക്കും. ഈ ഔട്ട്കം കൊണ്ടുള്ള ഇമ്പാക്റ്റ്, ആ ഇമ്പാക്റ്റും പ്രഡിക്റ്റബിൾ ആണ്. സോ ഇങ്ങനെയുള്ള കാര്യങ്ങളല്ല, അതായത് ഓൾറെഡി നോൺ ആയിട്ട് കംപ്ലീറ്റ് ഇൻഫർമേഷൻ ഉള്ള കാര്യങ്ങളിനെയാണ് നമ്മൾ സെർട്ടനിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, സോ ഏത് ടൈപ്പ് ഡിസിഷൻസ് ആയിരിക്കും എടുക്കുക? റൂട്ടീൻ ആൻഡ് റിപ്പിറ്റേറ്റീവ്. ഓക്കെ, അല്ലെങ്കിൽ പ്രോഗ്രാം ഡിസിഷൻസ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. നെക്സ്റ്റ് ഇസ് ഡിസിഷൻ അണ്ടർ അൺസെർട്ടനിറ്റി. ഓക്കെ, അൺസെർട്ടനിറ്റി എന്ന് വെച്ചാൽ, സോ ദിസ് ഇസ് വാട്ട് ഈസ് ഹാപ്പനിങ്, അല്ലെ, ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതും അതുപോലെ തന്നെ എപ്പോഴും എന്താണ്, ഒരു കോംപ്ലക്സ് എൻവയോൺമെൻ്റ് ആണ്. നമ്മളുടെ ഓർഗനൈസേഷനുള്ളത് എപ്പോഴും കോംപ്ലക്സ് ആയിട്ടുള്ള എൻവയോൺമെൻ്റ് ആണ്. എസ്പെഷ്യലി ഇപ്പോൾ തന്നെ ഒരു വൈറസ് ഹിറ്റ്, ആ ഒരു ഔട്ട് ബ്രേക്ക് വന്നപ്പോഴത്തേക്കും ഓക്കെ, എങ്ങനെയാണ് എക്കണോമി ചേഞ്ച് ഉണ്ടാകുന്നത്? സോ ഇതെല്ലാം അൺപ്രഡിക്റ്റബിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്. സോ ഇങ്ങനെ അൺപ്രഡിക്റ്റബിൾ ആയിട്ടുള്ള കാര്യങ്ങളിൽ നമ്മൾ എങ്ങനെയായിരിക്കും ഡിസിഷൻ എടുക്കുക? ഓക്കെ, സോ മോസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ഡിസിഷൻസ് മെയ്ഡ് ഇൻ ടുഡേയ്സ് കോംപ്ലക്സ് എൻവയോൺമെൻറ്റ് ആർ ഫോർമുലേറ്റഡ് അണ്ടർ എ സ്റ്റേറ്റ് ഓഫ് അൺസെർട്ടനിറ്റി. കണ്ടീഷൻസ് ഓഫ് അൺസെർട്ടനിറ്റി എക്സിസ്റ്റ് വെൻ ഫ്യൂച്ചർ എൻവയോൺമെൻറ്റ് ഇസ് അൺപ്രഡിക്റ്റബിൾ ആൻഡ് എവറിത്തിങ് ഇസ് ഇൻ എ സ്റ്റേറ്റ് ഓഫ് ഫ്ലക്സ്. സോ ഫ്ലക്സ് എപ്പോഴും ചേഞ്ചിങ് ആയിട്ടുള്ളൊരു എൻവയോൺമെൻ്റ് ആയിരിക്കും നമ്മുടേത്. അതായത് നെക്സ്റ്റ് എങ്ങനെയാണെന്ന് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഓക്കെ, ദ ഡിസിഷൻ മേക്കർ ഈസ് നോട്ട് അവെയർ. അപ്പം നമുക്ക് ഉള്ള ഓൾട്ടർനേറ്റീവ്സിനൊന്നും പറ്റിയൊരു അവെയർനെസ് ഉണ്ടായിരിക്കത്തില്ല.
അതുപോലെ തന്നെ ആ ഒരു ഓൾട്ടർനേറ്റീവ് ചൂസ് ചെയ്താൽ അതിൽ എന്തെങ്കിലും റിസ്ക് ഉണ്ടെങ്കിൽ, ഓക്കെ, അൺനോൺ ആയിട്ടുള്ള എന്തെങ്കിലും റിസ്ക് ഉണ്ടെങ്കിൽ അതിനെപ്പറ്റിയും ഒരു അവയർനെസ് ഉണ്ടായിരിക്കില്ല. അതുപോലെ തന്നെ എന്തൊക്കെയാണ് നമ്മളിപ്പോൾ എടുക്കുന്ന ഡിസിഷൻസ് കാരണം ഇതിൻ്റെ കോൺസിക്വൻസസ് എന്തൊക്കെയാണ്, ഫ്യൂച്ചറിലുണ്ടാകുന്ന കോൺസിക്വൻസസ്. സോ ഇതിനെയൊന്നും പറ്റി അവെയർ അല്ല എങ്കിൽ അങ്ങനെയുള്ള ഡിസിഷൻ, ഓക്കെ, ഇതിനെയൊന്നും പറ്റി അവെയർ ആയിരിക്കില്ല നമ്മൾ. ഒരു അൺനോൺ സിറ്റുവേഷനാണ് നമുക്ക് മുന്നിലുള്ളതെങ്കിൽ. ഹെൻസ് മാനേജേഴ്സ് നീഡ് ടു മേക്ക് സർട്ടൺ അസംഷൻസ്. അതുകൊണ്ട് എന്താ ചെയ്യേണ്ടത്, നമ്മൾ അസ്യൂം ചെയ്യുകയാണ്. ഓക്കെ, അതായത് ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നാൽ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യാൻ പറ്റുക, അത് അസ്യൂം ചെയ്തിട്ട് സോ ദാറ്റ് വി ഗെറ്റ് എ പ്രോപ്പർ ഫ്രെയിം വർക്ക് ഫോർ ഡിസിഷൻ മേക്കിംഗ്. And here the decision makers have to depend upon their judgment and experience. Okay, past experience അതുപോലെ തന്നെ ജഡ്ജ്മെൻറ്റ്, ഒരു ലോജിക്കലായിട്ടുള്ളൊരു ജഡ്ജ്മെൻറ്റ് ഉണ്ടായിരിക്കണം. സോ ഇവിടെ ഡിഫറെൻറ്റ് ക്രൈറ്റീരിയ, ഓക്കെ, ഡിസിഷൻ ക്രൈറ്റീരിയാസ് ഡിഫറെൻ്റ് ആകാം. സോ ഇറ്റ് ഓൾ ഡിപ്പെൻഡ്സ് അപ്പോൺ ദി ഡിസിഷൻ മേക്കർ. ഇവിടെ ഇപ്പോൾ ഡിസിഷൻ മേക്കറെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും ഓരോ കാര്യങ്ങളും. അതായത് ഡിസിഷൻ മേക്കർ മേ ബി ഒപ്റ്റിമിസ്റ്റിക്. ഒപ്റ്റിമിസ്റ്റിക് എന്ന് വെച്ചാൽ എന്താ? സോ വാട്ട് ഈസ് ഒപ്റ്റിമിസം? സോ ബീയിങ് ഒപ്റ്റിമിസ്റ്റ് എന്ന് വെച്ചാൽ, ഓക്കെ, നമ്മളുടെ വേസ്റ്റ് ആയിട്ടുള്ളൊരു സിറ്റുവേഷനിലും നമ്മൾ ബെസ്റ്റ് എക്സ്പെക്റ്റ് ചെയ്യുക, ഓക്കെ, ബെസ്റ്റ് ഉണ്ടാവുമെന്ന് ഹോപ്പ് ചെയ്യുക. സോ ദാറ്റ് ഈസ് ഒപ്റ്റിമിസ്റ്റിക്. സോ ഒപ്റ്റിമിസ്റ്റിക് ആണെങ്കിൽ, ഡിസിഷൻ മേക്കർ ഒപ്റ്റിമിസ്റ്റിക് ആണെങ്കിൽ എന്തായിരിക്കും? ഹി വിൽ മാക്സിമൈസ് ദി മാക്സിമം പോസിബിൾ പേ ഓഫ്. ഓക്കെ, പേ ഓഫ് എന്ന് വെച്ചാൽ നമുക്ക് കിട്ടുന്ന ആ റിസൾട്ട് അല്ലെങ്കിൽ ഔട്ട്പുട്ട്, ഓക്കെ, ഔട്ട്പുട്ട് ഇൻ ടേംസ് ഓഫ് റവന്യൂ അല്ലേ, അല്ലെങ്കിൽ ആ ഒരു കോസ്റ്റ്, പ്രോഫിറ്റ്, അതാണ് പേ ഓഫ്. സോ മാക്സിമൈസിങ്, സോ അതിൽ ഡിസിഷൻ ഫസ്റ്റ് ക്രൈറ്റീരിയ എന്ന് വെച്ചാൽ മാക്സിമൈസിങ് ദ മാക്സിമം പോസിബിൾ പേ ഓഫ്. സോ നമ്മളവിടെ അസ്യൂം ചെയ്യാണ്. സോ ഡിസിഷൻ മേക്കർ ഒപ്റ്റിമിസ്റ്റിക് ആണെങ്കിൽ ഹി വിൽ അസ്യൂം ദാറ്റ് ഹീ ഈസ് ഗോയിങ് ടു ഫെച്ച് എ, ഓക്കെ, ഒരു ഹയസ്റ്റ് പ്രോഫിറ്റ് ഫെച്ച് ചെയ്യുമെന്ന് അസ്യൂം ചെയ്യുക. സോ മാക്സിമൈസ് ദി മാക്സിമം പോസിബിൾ പേ ഓഫ്, അതാണ് ഫസ്റ്റ് വൺ. സെക്കൻഡ് വൺ പെസിമിസ്റ്റിക്. ഓക്കെ, പെസിമിസ്റ്റിക് എന്ന് വെച്ചാൽ എന്താണ്? നമ്മളുടെ വേസ്റ്റ് സിറ്റുവേഷനിൽ വി ആർ എക്സ്പെക്റ്റിംഗ് സംതിങ് വേസ്റ്റ്, ഓക്കെ, മോർ വേസ്റ്റ്. സോ അതാണ് പെസിമിസ്റ്റിക്. അപ്പോൾ പെസിമിസ്റ്റിക് ആയിട്ടുള്ളൊരു ഡിസിഷൻ മേക്കർ ആണെങ്കിൽ ഹൗ വിൽ ഹീ അസ്യൂം? സോ ഹീ അസ്യൂം ദാറ്റ് ഹീ ഈസ് ഗോയിങ് ടു ഗെറ്റ് ദ മിനിമം പോസിബിൾ പേ ഓഫ്. ഓക്കെ, മാക്സിമൈസിങ് ദ മിനിമം പോസിബിൾ പേ ഓഫ്. അതായത് ഏറ്റവും ലോവസ്റ്റ് ആയിട്ടുള്ള പ്രോഫിറ്റ് ആണ്, അല്ലെങ്കിൽ ഏറ്റവും ലോവസ്റ്റ് ആയിട്ടുള്ളൊരു വാല്യൂ ആയിരിക്കും നമുക്ക് ഔട്ട്കം ആയിട്ട് കിട്ടാൻ പോവുക. ഓക്കെ, അങ്ങനെയായിരിക്കും പെസിമിസ്റ്റ് ആയിട്ടുള്ള ഒരു ഡിസിഷൻ മേക്കർ. വാട്ട് ഹി മേ തിങ്ക്, ഓക്കെ, ഹി മേ അസ്യൂം. ഇനി മിനിമൈസിങ് ദി മാക്സിമം പോസിബിൾ റിഗ്രറ്റ് ടു ദ ഡിസിഷൻ മേക്കർ. സോ റിഗ്രറ്റ് എന്ന് വെച്ചാൽ എന്താണ്? സോ സം ഡിസിഷൻ മേക്കേഴ്സ്, സോ അവർ പിന്നീട് റിഗ്രറ്റ് ചെയ്യുമെന്ന് തോന്നുന്ന ഡിസിഷൻസ് അവോയ്ഡ് ചെയ്യും. ഓക്കെ, സോ പിന്നീട് ഞാൻ ഈ ഒരു ഡിസിഷനെ ഓർത്ത് റിഗ്രറ്റ് ചെയ്യായിരിക്കും, അങ്ങനെ എന്തെങ്കിലും ഒരു ഡിസിഷൻ തോന്നിക്കഴിഞ്ഞാൽ സോ ഹി വിൽ ട്രൈ ടു മിനിമൈസ് സച്ച് ഇൻസ്റ്റൻസസ്. സോ മിനിമൈസിങ് ദ മാക്സിമം പോസിബിൾ റിഗ്രറ്റ്. ഓക്കെ, അതായത് മാക്സിമം പോസിബിൾ റിഗ്രറ്റ് റെഡ്യൂസ് ചെയ്യാൻ നോക്കും. സോ അങ്ങനെയുള്ളതിനെയാണ് റിഗ്രറ്റ്. അതുപോലെ തന്നെ ഇൻസഫിഷ്യൻറ്റ് റീസണിങ്, അതായത് അസ്യൂമിങ് ഈക്വലി ലൈക്ലി പ്രോബബിലിറ്റീസ്. ഓക്കെ, അതിനെയൊന്നും പറ്റി തിങ്ക് ചെയ്യാൻ, അങ്ങനെ ഒരു സിറ്റുവേഷൻസിനെ പറ്റി കൂടുതൽ അസംഷൻസ് ഒന്നും എടുക്കാൻ അത്രയും ഒരു ലോജിക്ക് ഇല്ലാത്തൊരു, അത്രയും റീസണിങ് ചെയ്യാത്തൊരാളാണെങ്കിൽ വാട്ട് ദ ഡിസിഷൻ മേക്കർ വിൽ ഗോ ഫോർ ഈക്വലി ലൈക്ലി പ്രോബബിലിറ്റീസ്, അതായത് ഒരു 50-50. ഓക്കെ, അങ്ങനെ ഒരു പ്രോബബിലിറ്റിയിലായിരിക്കും പോകുക. സോ ദറ്റ് ഈസ് വാട്ട്, സോ ഇതാണ് ഡിസിഷൻ ക്രൈറ്റീരിയാസ്. അപ്പോൾ ഇതിൽ മാക്സ്, ഓക്കെ, മാക്സ് മിൻ, മാക്സ് ഇതിനിങ്ങനെയും പറയാം. അതായത് ഒപ്റ്റിമിസ്റ്റിക് ആണെങ്കിൽ നമ്മൾ മാക്സ് എന്നും പറയും, പെസിമിസ്റ്റിക് ആണെങ്കിൽ മാക്സ് മിൻ. ഓക്കെ, ഇതിനെ മിൻ മാക്സ്, റിഗ്രറ്റിനെ ആണെങ്കിൽ മിൻ മാക്സോ, ഇങ്ങനെയും ചോദിക്കാം നിങ്ങളോട്. സോ ദിസ് ഈസ് ഡിസിഷൻ അണ്ടർ അൺസർട്ടനിറ്റി. So next we will see several modern techniques to improve the quality of decision making. ഓക്കെ, അപ്പോൾ ഡിസിഷൻ മേക്കിംഗ് ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്യാൻ, അതായത് അൺസർട്ടേൺ ആയിട്ടുള്ളൊരു കണ്ടീഷനിൽ ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് മെയിൻലി 3 ടൂൾസാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഫസ്റ്റ് ഈസ് റിസ്ക് അനാലിസിസ്, ദെൻ സെക്കൻഡ് ഡിസിഷൻ ട്രീസ് ആൻഡ് പ്രിഫറൻസ് തിയറി. ഓക്കെ, റിസ്ക് അനാലിസിസ് എന്ന് വെച്ചാൽ എന്താണ്? നമ്മൾ എന്തൊക്കെയായിരിക്കും റിസ്ക്, ഓരോ സ്റ്റേജിലും എന്തൊക്കെ റിസ്ക്കാണ് ഇൻവോൾവ് ചെയ്യുന്നത്, ഈ റിസ്കിനെ പറ്റിയിട്ടൊരു ബെറ്റർ അണ്ടർസ്റ്റാൻഡിങ്. ഓക്കെ, ഈ റിസ്കിനെ പറ്റി ബെറ്റർ അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടെങ്കിൽ നമുക്ക് ബെറ്റർ ഡിസിഷൻ എടുക്കാൻ പറ്റും. ഓക്കെ, സോ ദറ്റ് ഈസ് റിസ്ക് അനാലിസിസ്. Risk analysis involves quantitative and qualitative risk assessment
risk management and risk communication, and it provides managers with a better understanding of the risk and the benefits associated with the proposed course of action. Again, ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ വൈ ലോഞ്ചിങ് എ ന്യൂ പ്രൊഡക്റ്റ്. ഓക്കെ, ഒരു പ്രൊഡക്റ്റ് ലോഞ്ച് ചെയ്യാൻ നേരത്തെ എന്തൊക്കെ കാര്യങ്ങളാണ് കെയർഫുൾ ആവേണ്ടത്? കോസ്റ്റ് ഓഫ് ലോഞ്ചിങ് ദി പ്രൊഡക്റ്റ്, ഇറ്റ്സ് പ്രൊഡക്ഷൻ കോസ്റ്റ്, ഇൻവെസ്റ്റ്മെൻറ്റ്, പ്രൈസ് ദറ്റ് ക്യാൻ ബി സെറ്റ് ഫോർ ദി പ്രൊഡക്റ്റ്, പൊട്ടൻഷ്യൽ മാർക്കറ്റ് സൈസ് ആൻഡ് പെർസെൻറ്റേജ്, അതായത് മാർക്കറ്റ് ഷെയർ. സോ ഇത്രയും കാര്യങ്ങൾ പറ്റി ഒരു ഐഡിയ ഉണ്ടായിരിക്കണം. ഇത് ഈ ഓരോ സ്റ്റേജിലും എന്തൊക്കെയാണ് ഇൻവോൾവ് ചെയ്യുന്ന റിസ്ക്കുകൾ. ഓക്കെ, സോ ഇതെല്ലാം ഒരു കെയർഫുൾ അനാലിസിസിൽ കൂടെയാണ് നമ്മൾ ഇങ്ങനെയൊരു കേസിൽ ഡിസിഷൻ എടുക്കുക. നെക്സ്റ്റ് ഇസ് ഡിസിഷൻ ട്രീ. ഓക്കെ, ഡിസിഷൻ ട്രീസ് എന്ന് വെച്ചാൽ എന്താണ്? അതായത് ഇപ്പോൾ നമുക്ക് കുറേ ഓൾട്ടർനേറ്റീവ്സ് ഉണ്ട്, അത് ഒരു ട്രീ പോലെ വരയ്ക്കുക. ഓക്കെ, നമ്മൾ ഫാമിലി ട്രീ ഒക്കെ വരയ്ക്കുന്ന പോലെ തന്നെ ഡിസിഷൻ ട്രീ എന്ന് വെച്ചാൽ എന്താ? നമ്മളുടെ ഒരു കാര്യത്തിന് ഉള്ള ഓൾട്ടർനേറ്റീവ്സ്, ഒരു പ്രോബ്ലത്തിനുള്ള ഓൾട്ടർനേറ്റീവ്സ് എല്ലാം മാർക്ക് ചെയ്യുക. ഇനി ആ ഓൾട്ടർനേറ്റീവ്സിൻ്റെ അടുത്ത് അതിൻ്റെ പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ്, ഓക്കെ, അതായത് അതിൻ്റെ ബെനിഫിറ്റ്സും അതുപോലെ തന്നെ റിസ്ക്കും, അത് രണ്ടും മാർക്ക് ചെയ്ത് വെക്കുക. അപ്പോൾ ഇങ്ങനെ ഒരു റെപ്രസെൻറ്റേഷനിൽ എന്തായിരിക്കും, നമുക്ക് പെട്ടെന്ന് തന്നെ ഡിസിഷൻ അനലൈസ് ചെയ്യാൻ എളുപ്പമായിരിക്കും. ഓക്കെ, സോ ദീസ് ആർ കൺസിഡർഡ് ടു ബി വൺ ഓഫ് ദി ബെസ്റ്റ് വേസ് ടു അനലൈസ് എ സിറ്റുവേഷൻ. ഓക്കെ, അനലൈസ് എ ഡിസിഷൻ. A decision tree approach involves a graphical representation of alternative courses of action and the possible outcomes and risk associated with each action. So ഇതാണ് decision trees. And last one is preference theory. Okay, preference theory എന്ന് വെച്ചാൽ അതായത് ഇത് ഇൻഡിവിജ്വൽ ഡിപ്പെൻഡൻ്റ് ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഇൻഡിവിജ്വൽ ഡിസിഷൻ മേക്കറിനെ ഡിപ്പെൻഡ് ചെയ്യും. അതായത് സം ഇൻഡിവിജ്വൽസ് ആർ വില്ലിംഗ് ടു ടേക്ക് സ്മോളർ റിസ്ക്. ഓക്കെ, അതായത് റിസ്ക് അവേർട്ടേഴ്സ്, ചെറിയ റിസ്ക് എടുക്കാൻ താല്പര്യമുള്ളവർ, അതുപോലെ തന്നെ വലിയ റിസ്ക് റെഡി ടു ടേക്ക് എ ഗ്രേറ്റർ റിസ്ക്, അങ്ങനെയുള്ളവരെ ഗാംബ്ലേഴ്സ് എന്നും പറയും. ഓക്കെ, സോ ഇതിൽ എല്ലാ മാനേജേഴ്സും എപ്പോഴും നമ്മൾ ചെറിയ റിസ്ക് അല്ലേ, വി ആർ ഓൾവേസ് വില്ലിംഗ് ടു ടേക്ക് ഓൺലി സ്മോളർ റിസ്ക്. സോ എപ്പോഴും മാനേജേഴ്സ് പ്രിഫർ ചെയ്യുന്ന എന്തായിരിക്കും? റിസ്ക് അവേർട്ടേഴ്സ് ആകാനാണ്. പക്ഷേ ചില കേസസിൽ നമുക്കിപ്പോൾ അതായത് ഇപ്പോൾ സ്റ്റേക്സ് ഹൈ ആണെങ്കിൽ, നമുക്കിപ്പോൾ കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യുന്നൊരു പ്രൊജക്റ്റ് ആണെങ്കിൽ അല്ലേ, ഒത്തിരി എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നൊരു പ്രൊജക്റ്റ് ആണെങ്കിൽ അവിടെ നമ്മൾ കുറച്ച് റിസ്ക് എടുക്കാനേ പ്രിഫർ ചെയ്യുള്ളൂ. അപ്പോൾ സ്റ്റേക്സ് ഹൈ ആണെങ്കിൽ വി ടെൻ ടു ബി റിസ്ക് അവേർട്ടേഴ്സ്. ഓക്കെ, അതുപോലെ തന്നെ ഇപ്പോൾ അധികം ഇൻവെസ്റ്റ്മെൻ്റ് ഒന്നും ഇല്ല, അങ്ങനെ ഒരു കേസ് വരികയാണെങ്കിൽ നമ്മൾ വി ആർ റെഡി ടു ടേക്ക് അപ്പ് എനി റിസ്ക്, ബിക്കോസ് നമ്മളുടെ കയ്യിൽ നിന്ന് അധികം ഒന്നും പോകത്തില്ല, പക്ഷേ കിട്ടിയാൽ ഒത്തിരി എമൗണ്ട് നമുക്ക് റിസീവ് ചെയ്യും. സോ അങ്ങനെ ഒരു കേസിൽ വി പ്രിഫർ ടു ബി ഗാംബ്ലേഴ്സ്. സോ ദറ്റ് ഈസ് പ്രിഫറൻസ് തിയറി. ആൻഡ് നെക്സ്റ്റ് ദ തേർഡ് സിറ്റുവേഷൻ, അതായത് ഒരു റിസ്കി സിറ്റുവേഷനിൽ, അതിനെയാണ് ഡിസിഷൻ അണ്ടർ റിസ്ക്. വെൻ എ മാനേജർ ലാക്സ് പെർഫെക്റ്റ് ഇൻഫർമേഷൻ ഓർ വെനെവർ ആൻ ഇൻഫർമേഷൻ asymmetry exists, risk arises. അതായത് ഒരു ഇൻഫർമേഷൻ, വി ആർ നോട്ട് ഹാവിങ് എനി ഇൻഫർമേഷൻ അബൌട്ട് ദറ്റ് പെർട്ടിക്കുലർ സിറ്റുവേഷൻ. ഓക്കെ, സോ അവിടെ അപ്പോൾ അണ്ടർലൈൻ ചെയ്യുന്ന റിസ്ക് എന്തൊക്കെയാണെന്ന് നമുക്ക് അറിയില്ല. ഓക്കെ, സോ അവിടെ ഒരു റിസ്ക് ഉണ്ട്, ബട്ട് വി ആർ അൺഅവെയർ ഓഫ് ഇറ്റ്. സോ അണ്ടർ എ സ്റ്റേറ്റ് ഓഫ് റിസ്ക്, ദ ഡിസിഷൻ മേക്കർ ഹാസ് ഇൻകംപ്ലീറ്റ് ഇൻഫർമേഷൻ അബൌട്ട് അവൈലബിൾ ഓൾട്ടർനേറ്റീവ്സ് but has a good idea of probability of outcomes for each alternatives. Okay, so ഇവിടെ ഒരു probability factors ആണ് നമ്മൾ മെയിൻലി പോകുന്നത്. Okay, decision maker, he look for the probabilities. So while making decisions under a state of risk, managers must determine the probability associated with each alternative. So here we go for the probabilities. Okay, based on the available information and experience. സോ ഇപ്പോൾ ഒരു വെൽ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരാൾക്ക് ഇങ്ങനെ പ്രോബബിലിറ്റി ബേസ് ചെയ്തിട്ട് പോകാൻ പറ്റുള്ളൂ. സോ ഡിസിഷൻസ് അണ്ടർ റിസ്കിന് ഡിറ്റർമൈൻ ചെയ്യാനായിട്ട് അതിൻ്റെ പ്രോബബിലിറ്റി ഡിറ്റർമൈൻ ചെയ്യാൻ 3 മെത്തേഡ്സ് ആണുള്ളത്: പ്രയറി പ്രോബബിലിറ്റി, എംപിറിക്കൽ പ്രോബബിലിറ്റി ആൻഡ് സബ്ജക്റ്റീവ് പ്രോബബിലിറ്റി. സോ ഈ ഫസ്റ്റ് 2 പ്രോബബിലിറ്റീസിൽ നിന്നും നമുക്കൊരു ക്വാണ്ടിറ്റേറ്റീവ് വാല്യൂ ആണ്, അതായത് ഒരു ക്വാണ്ടിറ്റേറ്റീവ് ഇൻഫർമേഷനാണ് കിട്ടുക. ഓക്കെ, പ്രയറി പ്രോബബിലിറ്റി എന്ന് വെച്ചാൽ എന്താണ്? അതായത് നമ്മൾ ആദ്യമേ ഇറ്റ് ഈസ് ഒബ്റ്റെയിൻഡ് ബൈ ഇൻഫറൻസ് ഫ്രം അസ്യൂംഡ് കണ്ടീഷൻസ്. കുറച്ച് കണ്ടീഷൻസ് അസ്യൂം ചെയ്യും, ആ കണ്ടീഷൻസ് വെച്ചിട്ട് പ്രോബബിലിറ്റി എസ്റ്റിമേറ്റ് ചെയ്യാൻ പറ്റുന്നതിന് അതിനാണ് പ്രയറി പ്രോബബിലിറ്റി എന്ന് പറയുന്നത്. ഇനി എംപിറിക്കൽ പ്രോബബിലിറ്റി എന്ന് വെച്ചാൽ
സോ വി ആർ കളക്ടിങ് ആൻഡ് റെക്കോർഡിങ് ആക്ച്വൽ എക്സ്പീരിയൻസ് അതായത് കുറച്ച് നാളത്തെ ആക്ച്വൽ എക്സ്പീരിയൻസസ് കളക്ട് ചെയ്തു. എന്നിട്ട് പെർസെൻറ്റേജ്, ഓരോ ഇവൻറ്റിൻ്റെയും പെർസെൻറ്റേജ് ഫോർ ദാറ്റ് പെർട്ടിക്കുലർ ടൈം, ആ ടൈം പീരീഡിലുള്ള പെർസെൻറ്റേജ് കാൽക്കുലേറ്റ് ചെയ്യുക. സോ ഫ്രം ദിസ് വി ഗെറ്റ് എ ക്വാണ്ടിറ്റേറ്റീവ് ഇൻഫർമേഷൻ. ഓക്കെ, സോ പ്രോബബിലിറ്റി എസ്റ്റിമേറ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ സബ്ജക്റ്റീവ് പ്രോബബിലിറ്റി എന്ന് വെച്ചാൽ ഇവിടെ നമുക്ക് ഒരു ന്യൂമറിക്കൽ ഡേറ്റ അവൈലബിൾ ആയിരിക്കത്തില്ല. സോ അങ്ങനെ അവൈലബിൾ അല്ലാത്ത കേസിൽ വി കനോട്ട് ഗോ ഫോർ പ്രയറി പ്രോബബിലിറ്റി ഓർ എംപിരിക്കൽ പ്രോബബിലിറ്റി. സോ ദെയർ ദ ഡിസിഷൻ മേക്കർ ഗോസ് വിത്ത് ഹിസ് ഓൺ ജഡ്ജ്മെൻറ്റ്, ആ സ്വന്തം ജഡ്ജ്മെൻറ്റിൻ്റെ ബേസിസിലായിരിക്കും ഡിസിഷൻസ് എടുക്കുക. ആൻഡ് സോ സിൻസ് അതൊരു ക്വാണ്ടിറ്റേറ്റീവ് അനാലിസിസ് അല്ലാത്തത് കൊണ്ട് തന്നെ ദ അക്യുറസി എന്തായിരിക്കും, കമ്പാരിറ്റീവ്ലി ലോവർ ആയിരിക്കും. സോ ഇതാണ് ആ 3 സിറ്റുവേഷൻസിലുള്ള ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്സ്. നെക്സ്റ്റ് ഇസ് ലിമിറ്റേഷൻസ് ഓഫ് ഡിസിഷൻ മേക്കിംഗ്. ലിമിറ്റേഷൻസ് പറയുകയാണെങ്കിൽ ഫസ്റ്റ് ഇസ് ടൈം കൺസ്യൂമിങ്, കോംപ്രമൈസ്ഡ് ഡിസിഷൻസോ, ചില കോംപ്രമൈസസിൽ കൂടെയാണ് ചില ഡിസിഷൻസിലേക്ക് എത്തുക. ബയസ്ഡ് ഡിസിഷൻസ്, സോ നേരത്തെ പറഞ്ഞ പോലെ പേഴ്സണൽ ഡിസിഷൻസ് ആണെങ്കിൽ ഇറ്റ് ക്യാൻ ബി ബയസ്ഡ്, ഇറ്റ് ക്യാൻ ബി ജസ്റ്റ് ടു ഫേവർ എ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ. ദെൻ ലിമിറ്റഡ് അനാലിസിസ്, ലിമിറ്റഡ് അനാലിസിസ് ആണെങ്കിൽ വി കനോട്ട് കം ടു എ പ്രോപ്പർ കൺക്ലൂഷൻ. അൺകൺട്രോളബിൾ എൻവയോൺമെൻറ്റൽ ഫാക്ടേഴ്സ്, സോ അൺകൺട്രോളബിൾ എൻവയോൺമെൻറ്റൽ ഫാക്ടേഴ്സിന് ഏറ്റവും വലിയ എക്സാമ്പിളാണ് ഇപ്പോഴത്തെ വൈറസ് ഹിറ്റ്. സോ ആ വൈറസ് ഹിറ്റായിട്ടുള്ള ഏരിയാസിൽ എക്കണോമി നമുക്കറിയാം ഇറ്റ് ഈസ് ബ്രേക്കിംഗ് ഡൗൺ. സോ അതൊക്കെ അൺകൺട്രോളബിൾ ആണ്. സോ അൺകൺട്രോളബിൾ എൻവയോൺമെൻറ്റൽ ഫാക്ടേഴ്സ്. Uncertain future, and we cannot predict what the future is about to bring. സോ അതുകൊണ്ട് നമുക്കൊരു ഡിസിഷൻ മേക്കിംഗ് കറക്റ്റായിട്ട് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് തന്നെ സോ ദാറ്റ് ഈസ് വൺ ഓഫ് ഇറ്റ്സ് ലിമിറ്റേഷൻസ്. ഓക്കെ, നെക്സ്റ്റ് ഇസ് ക്രിയേറ്റിവിറ്റി. ക്രിയേറ്റിവിറ്റി എന്ന് വെച്ചാൽ എന്താണ്? ഇറ്റ് ഈസ് ദ എബിലിറ്റി ആൻഡ് പവർ ടു ഡെവലപ്പ് ന്യൂ ഐഡിയാസ്. So effective research, in order to have an effective research organization, it requires the understanding about creative process. നമുക്ക് റിസർച്ച് ചെയ്ത ഒരു ഡിസിഷനിലേക്ക് എത്തണമെങ്കിലും അവിടെ എന്താണ്, ക്രിയേറ്റിവിറ്റി വർക്കാകണം. സോ വി ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് ക്രിയേറ്റീവ് പ്രോസസ്, ഐഡൻറ്റിഫൈ ആൻഡ് അക്വയറിങ് ക്രിയേറ്റീവ് പീപ്പിൾ ആൻഡ് മെയിൻറ്റെയിനിങ് ആൻ എൻവയോൺമെൻറ്റ് ദറ്റ് സപ്പോർട്ട്സ് ക്രിയേറ്റിവിറ്റി. അഗെയിൻ സ്റ്റെപ്സ് ഇൻവോൾവ് ഇൻ ക്രിയേറ്റിവിറ്റി. ക്രിയേറ്റിവിറ്റിയിൽ ഇൻവോൾവ് ആയിട്ടുള്ള സ്റ്റെപ്സ്, ഫസ്റ്റ് വൺ, ദിസ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്, unconscious scanning, intuition, insight and logical formulation. So let's see each of them. Unconscious scanning എന്ന് വെച്ചാൽ എന്താണ്? അതായത് നമ്മുടെ അൺകോൺഷ്യസ് മൈൻഡിലേക്ക് ആ ഒരു പ്രോബ്ലം, സോ വാട്ട് എവർ ദി പ്രോബ്ലം, അത് നമ്മുടെ ഫസ്റ്റ് നമുക്ക് ആ പ്രോബ്ലത്തിനെ പറ്റി ഒരു ക്ലിയർ ഐഡിയ ഒന്നും ഉണ്ടായിരിക്കില്ല, പക്ഷെ നമ്മുടെ അൺകോൺഷ്യസ് മൈൻഡിൽ ആ പ്രോബ്ലം വർക്ക് ചെയ്യും. So absorb ആയിക്കൊണ്ടിരിക്കും. So that is unconscious scanning. So it requires an absorption in the problem which may be vague in the mind. നമ്മളിപ്പോൾ ഒരു കാര്യം തന്നെ ചിന്തിച്ചുകൊണ്ടിരുന്നാൽ it finally gets absorbed. So managers working under time constraints often make premature decisions rather than dealing thoroughly with ambiguous and ill-defined problems. Suppose നമുക്കിപ്പോൾ ഒരു ഫിക്സ്ഡ് ടൈം തരുവാണ്, ഇത്രയും ടൈമിനുള്ളിൽ ഇത് തീർക്കണമെന്ന് പറയുകയാണെങ്കിൽ സോ വി ആർ നോട്ട് ഗെറ്റിംഗ് ഇനഫ് ടൈം. അതായത് ക്രിയേറ്റീവ് തിങ്ക് ചെയ്യാനായിട്ടോ ഒരു ഡീപ്പ് തിങ്കിങ്ങിൽ അല്ലെങ്കിൽ ഒരു ക്രിയേറ്റിവിറ്റി വർക്ക് ചെയ്യാനായിട്ടുള്ളൊരു ടൈം കിട്ടുന്നില്ല. സോ ആ ഇൻസഫിഷ്യൻറ്റ് ടൈമിൽ എന്താണ്, പ്രീമെച്യൂർ ഡിസിഷൻസ് ആയിരിക്കും. കറക്റ്റായിട്ടുള്ള ഒരു നമ്മുടെ ആ ഒരു പൊട്ടൻഷ്യൽ വെച്ചിട്ടുള്ള ഡിസിഷൻസ് എടുക്കാൻ പറ്റിയെന്ന് വരില്ല. സോ വി മേ എൻഡ് അപ്പ് ഇൻ പ്രീമെച്യൂർ ഡിസിഷൻസ്. Next is intuition. Intuition means it connects unconscious with the conscious. Conscious or unconscious ആയിട്ട് കണക്ഷൻസ് ഉണ്ടാക്കും. So it requires that people find new combinations and integrate diverse concepts and ideas. So ഒട്ടും, അതായത് നമ്മളിപ്പോൾ പ്രാക്ടിക്കലി പോസിബിൾ ആണ് എന്ന് വിചാരിക്കാത്ത തരത്തിലുള്ള ഐഡിയാസ്, ഡൈവേഴ്സ് ആയിട്ടുള്ള ഐഡിയാസ് എങ്ങനെയാണ് വരിക? So that is through intuition. It is promoted by several creativity tools like brainstorming, vertical thinking. So ഇങ്ങനെ നമുക്ക് അങ്ങനെ ഒരു ടൂൾസ് വെച്ചിട്ട് നമ്മൾ ഒരിക്കലും വിചാരിക്കാത്ത രീതിയിൽ അല്ലേ. സോ കാരണം ഒരു 10-20 വർഷം മുമ്പ് വി നെവർ തോട്ട് ദാറ്റ് നമ്മൾ അവിടെ 2 സ്ഥലത്തിരുന്ന് വീഡിയോ കോൺഫറൻസിങ് ചെയ്യാമെന്ന് അങ്ങനെ ഓർത്തിട്ടില്ല. ബട്ട് ദാറ്റ് ഈസ് ആപ്ലിക്കബിൾ, ദാറ്റ് ഈസ് പ്രാക്ടിക്കൽ നൗ. സോ അത് എന്താണ്, ആ ഒരു തോട്ടെന്ന് വെച്ചാൽ ആ ഒരു ഇൻറ്റ്യൂഷൻ ഇറ്റ് ഈസ് കമ്മിങ് ഫ്രം our unconscious mind. When unconscious connect with the conscious. Again, insight means it comes when thoughts are not directly focused on the problem at hand.
It may last only for a few minutes, and effective managers may benefit from having a paper and pencil ready to make notes of their creative ideas. ഇൻസൈറ്റ് എന്ന് വെച്ചാൽ നമുക്ക് പെട്ടെന്ന് അതായത് ഒരു സ്പ്രൗട്ട് ഔട്ട് ചെയ്യുന്നൊരു ഒരു തോട്ട് അല്ലെങ്കിൽ ഒരു ഐഡിയാസ്, ഓക്കെ, അതാണ് ഇൻസൈറ്റ്. സോ ആ ഇൻസൈറ്റ് വരിക എന്ന് വെച്ചാൽ അതായത് ആ ഒരു ഡയറക്റ്റ്ലി ഫോക്കസ്ഡ്, ഓക്കെ, തോട്ട്സ് ഡയറക്റ്റ്ലി ഫോക്കസ് ചെയ്ത്, അതായത് നമ്മൾ വേറെ എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും, അപ്പോഴായിരിക്കും ആ ഒരു തോട്ട് വരിക. സോ അത് ഇറ്റ് മേ ലാസ്റ്റ് ഫോർ എ ഫ്യൂ മിനിറ്റ്സ് ആൻഡ് എഫക്റ്റീവ് മാനേജേഴ്സ് വുഡ്, ഇപ്പോൾ തന്നെ നമ്മളത് നോട്ട് ചെയ്ത് വെക്കുക, കാരണം പിന്നീട് നമ്മൾ ചിലപ്പോൾ അത് ഓർത്തെടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. ഓക്കെ, so that is insight. Now logical formulation means it needs logic or experiment. So ഈ ഇൻസൈറ്റ് എന്ന് പറയുന്ന കാര്യം, അതായത് നമുക്ക് പെട്ടെന്ന് വരുന്ന ഒരു സ്പ്രൗട്ട് ചെയ്യുന്ന ഒരു ഐഡിയാസ് ഇത് പ്രാക്ടിക്കൽ ആകണമെങ്കിൽ ഇറ്റ് ഷുഡ് ബി ടെസ്റ്റഡ് ത്രൂ ലോജിക്. ഒരു ലോജിക് അല്ലെങ്കിൽ ഒരു എക്സ്പെരിമെൻ്റൽ വൈസ് അത് പ്രാക്ടിക്കൽ ആകാൻ പറ്റുള്ളൂ. ഓക്കെ, സോ ദിസ് മേ ബി അക്കംപ്ലിഷ്ഡ് ബൈ കണ്ടിന്യൂയിങ് ടു വർക്ക് ഓൺ ആൻ ഐഡിയ ഓർ ഇൻവൈറ്റിംഗ് ക്രിട്ടിക്സ്. സോ ക്രിട്ടിക്സ് ഇൻവൈറ്റ് ചെയ്യുക, അതായത് നമ്മളിപ്പോൾ ഒരു കാര്യം ഉണ്ടെങ്കിൽ അതിൻ്റെ ക്രിട്ടിക്സ് ഏറ്റവും കൂടുതൽ നമുക്ക് ഉപകാരപ്പെടാൻ പോകുന്നത് ക്രിറ്റിസിസംസ് ആയിരിക്കും. സോ ക്രിറ്റിസിസം, നമ്മളിപ്പോൾ ഒരു കാര്യം നമ്മൾ പ്രപ്പോസ് ചെയ്തു, ആ പ്രപ്പോസ് ചെയ്ത കാര്യത്തിനെക്കുറിച്ച് ഏറ്റവും കൂടുതൽ, അതായത് പോസിറ്റീവ് റിവ്യൂസിനെ കൊണ്ട് നമുക്കൊന്നും ചെയ്യാനില്ല. ഓക്കെ, സോ ഇഫ് യു ആർ ഗെറ്റിംഗ് പോസിറ്റീവ് റിവ്യൂസ് ദാറ്റ് മേ ഹെൽപ്പ് അസ് ടു ബ്രിങ് മോർ ഓഫ് സച്ച് തിങ്സ്. പക്ഷേ നെഗറ്റീവ് റിവ്യൂസ് ആണ് നമുക്ക് കിട്ടുന്നതെങ്കിൽ, ഇഫ് യു ആർ ഗെറ്റിംഗ് ക്രിട്ടിക്സ് ദാറ്റ് മീൻസ് നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാനുള്ള ഒരു സ്പേസ് ആണ് തരുന്നത്. ഓക്കെ, സോ എന്തൊക്കെയാണ് നമ്മൾ ഇമ്പ്രൂവ് ചെയ്യേണ്ടതെന്ന്, അല്ലെങ്കിൽ എന്തൊക്കെയാണ് നമ്മളുടെ നെഗറ്റീവ്സ് എന്ന് വേറൊരാൾ പറഞ്ഞു തരുമ്പോൾ വി ക്യാൻ ഐഡൻറ്റിഫൈ ദാറ്റ് ആൻഡ് റെക്ടിഫൈ ഇറ്റ്. സോ ദാറ്റ് ഈസ് ഓക്കെ ലോജിക്കൽ ഫോർമുലേഷൻ. സോ ലോജിക്സ് വെച്ചിട്ട് വാട്ട് ഓൾ തിങ്സ് വി ക്യാൻ ബ്രിങ് അബൌട്ട്. അഗെയിൻ ക്രിയേറ്റിവിറ്റി ടൂൾസ്. സോ ക്രിയേറ്റിവിറ്റി ടൂൾസിൽ വരുന്ന കാര്യങ്ങൾ ബ്രെയിൻ സ്റ്റോമിങ്. ഓക്കെ, സോ അതായത് കുറേ ഐഡിയാസ് കാണും, റാഡിക്കലായിട്ടുള്ള ഐഡിയാസ് ജനറേറ്റ് ചെയ്യുക. സോ ദാറ്റ് ഈസ് ബ്രെയിൻ സ്റ്റോമിങ്. ഫോർ ദാറ്റ് വി നീഡ് ടു ട്രിഗർ ദി ബ്രെയിൻ. സോ അങ്ങനെ ബ്രെയിൻ സ്റ്റോമിങ്, ത്രൂ ബ്രെയിൻ സ്റ്റോമിങ് ക്രിയേറ്റിവിറ്റി ഇമ്പ്രൂവ് ചെയ്യാം. വെർട്ടിക്കൽ തിങ്കിങ് ആൻഡ് ലാറ്ററൽ തിങ്കിങ്. ഓക്കെ, വെർട്ടിക്കൽ തിങ്കിങ് എന്ന് വെച്ചാൽ ദ യൂഷ്വൽ തിങ്കിങ്, അതായത് സ്റ്റാർട്ടിങ് ഫ്രം എ നമുക്ക് നെക്സ്റ്റ് ഒരു പ്രോബ്ലത്തിൽ ഒരു സൊല്യൂഷനിലേക്ക് എത്തണമെങ്കിൽ യൂഷ്വലി എന്താണ് ആ ഒരു സ്റ്റെപ്പാണ്, തിങ്കിങ് ആണ് വെർട്ടിക്കൽ തിങ്കിങ്. നെക്സ്റ്റ് ലാറ്ററൽ തിങ്കിങ് എന്ന് വെച്ചാൽ തിങ്കിങ്, അതായത് പാരലായിട്ട് നമ്മൾ ആ ഒരു സൊല്യൂഷനിലെത്താൻ പാരലായിട്ട് എങ്ങനെ തിങ്ക് ചെയ്യാം. സോ ദാറ്റ് ഈസ് ലാറ്ററൽ. നെക്സ്റ്റ് റിവേഴ്സൽ ടൂൾ എന്ന് വെച്ചാൽ നമ്മൾ റിവേഴ്സായിട്ട് ചിന്തിക്കുക, അതായത് നമുക്ക് എങ്ങനെയാണോ ഡിസിഷൻ എടുക്കേണ്ടത് അതിൻ്റെ ഓപ്പോസിറ്റായിട്ട് ചിന്തിക്കുക. ഓക്കെ, സപ്പോസ് നമുക്കൊരു സ്മാർട്ട് ഫോൺ ഉണ്ട്, സ്മാർട്ട് ഫോൺ കമ്പനിയാണ്. സോ ആ സ്മാർട്ട് ഫോൺ നമുക്ക് കസ്റ്റമർ ഫ്രണ്ട്ലി ആക്കണം. ഓക്കെ, അതിനെന്തൊക്കെയാണ് ചെയ്യേണ്ടത്? സോ അതിന് പകരം നമ്മൾ എന്ത് ചിന്തിക്കണം? ആ ഒരു ആൻസർ കിട്ടുന്നതിന് നമ്മൾ ആ സ്മാർട്ട് ഫോൺ എങ്ങനെ കസ്റ്റമർ ഫ്രണ്ട്ലി ആക്കാതിരിക്കാം. ഓക്കെ, സോ അങ്ങനെ റിവേഴ്സായിട്ട് തിങ്ക് ചെയ്യാം. ഓക്കെ, റിവേഴ്സായിട്ട് തിങ്ക് ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ്, എന്തൊക്കെ ഗ്യാപ്സ് ആണ് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാം. എന്നിട്ട് ഈ ഐഡൻറ്റിഫൈ ചെയ്ത ഗ്യാപ്സ് നമ്മൾ എന്താണ് ഓപ്പോസിറ്റ് തിങ്കിങ്ങിൽ കൂടെ, അങ്ങനെയാണ് റിവേഴ്സ് തിങ്കിങ്. ഓക്കെ, അപ്പോൾ എങ്ങനെ കസ്റ്റമർ ഫ്രണ്ട്ലി ആക്കാതിരിക്കാം, സോ കസ്റ്റമേഴ്സിന് യൂസ് ചെയ്യാൻ പറ്റാതിരിക്കുക, അങ്ങനെ ഓരോ കാര്യങ്ങളും അപ്പോൾ അതിൻ്റെ റിവേഴ്സായിട്ട് ചിന്തിക്കുക. നെക്സ്റ്റ് സ്കാമ്പർ ടൂൾ. സ്കാമ്പർ ടൂൾ എന്ന് വെച്ചാൽ ഇറ്റ് ഈസ് സബ്സ്റ്റിറ്റ്യൂട്ട്, കമ്പൈൻ, അഡാപ്റ്റ്, മോഡിഫൈ. ഓക്കെ, അതായത് എങ്ങനെയാണ്, അതായത് കുറേ റിസോഴ്സസും റോ മെറ്റീരിയൽസ് എല്ലാം കൂടെ നമ്മൾ കമ്പൈൻ ചെയ്തിട്ട് അതെങ്ങനെയാണ്. സോ ദാറ്റ് ഇസ് സ്കാമ്പർ ടൂൾ. സ്കാമ്പറിൻ്റെ മീനിങ് ആണ് S stands for substitute, C combine, adapt, modify, put to another use, eliminate, reverse. Okay, again reframing metrics. Reframing metrics എന്ന് വെച്ചാൽ വ്യൂയിങ് ഫ്രം ഡിഫറെൻറ്റ് പോയിൻറ്റ്സ്. ഓക്കെ, ഡിഫറെൻറ്റ് വ്യൂ പോയിൻറ്റ്സ്, അതായത് പല പെർസെപ്ഷൻസിൽ നിന്ന് വ്യൂ ചെയ്യുക. ആൻഡ് ദറ്റ് ഈസ് റീഫ്രെയിമിംഗ് മെട്രിക്സ്. അഗെയിൻ കോൺസെപ്റ്റ് ഫാൻ എന്ന് വെച്ചാൽ വൈഡനിങ് ദ സെർച്ച്, അതായത് നമ്മളുടെ ആ ഒരു സെർച്ച്, നമ്മളുടെ സൊല്യൂഷൻസിൻ്റെ ആ സൊല്യൂഷൻസ് വൈഡൻ ചെയ്യുക. ഓക്കെ, സോ സെർച്ച് ഇമ്പ്രൂവ് ചെയ്യാനായിട്ടുള്ളൊരു ടൂളാണ്. അഗെയിൻ മൈൻഡ് മാപ്പിംഗ് എന്ന് വെച്ചാൽ നമുക്കിപ്പോൾ എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടെങ്കിൽ അതിനെപ്പറ്റി കൂടുതലായിട്ട് ഓർത്തിരിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ഓക്കെ, സോ മൈൻഡ് മാപ്പിംഗ്. സോ ദറ്റ് ഈസ് ക്രിയേറ്റിംഗ് സ്പൈഡർ വെബ്. അതായത് നമ്മളുടെ മെയിനായിട്ട് എന്താണ്, സപ്പോസ് നിങ്ങളിപ്പോൾ നമ്മളുടെ കമ്പനിയുടെ ഡെവലപ്മെൻറ്റ്, സോ കമ്പനിയുടെ ഡെവലപ്മെൻറ്റിനെ അതിന് ഓരോ ഫാക്ടേഴ്സ്, ഓക്കെ, ആ ഫാക്ടേഴ്സായിട്ട് നമുക്കിങ്ങനെ എല്ലാ രീതിയിലും ബ്രാഞ്ചസ് ഇടാം. എന്തൊക്കെയാണ് ഫാക്ടേഴ്സ്, ആ ഫാക്ടേഴ്സിൻ്റെ ഡിസഡ്വാൻറ്റേജ്, അഡ്വാൻറ്റേജ്. സോ അങ്ങനെ ഒരു മൈൻഡ് മാപ്പിംഗ് പോലെ ക്രിയേറ്റ് ചെയ്യാം. ദറ്റ് ഈസ് ക്രിയേറ്റിംഗ് സ്പൈഡർ വെബ്. ഓക്കെ, സോ ദറ്റ് ഈസ് വൺ ഓഫ് എ ക്രിയേറ്റിവിറ്റി ടൂൾ. ഇൻ പ്രൊവോക്കേഷൻ മീൻസ് ഒരു
തിങ്കിങ് ഔട്ട് ഓഫ് ദി ബോക്സ് എന്ന് പറയും. ഓക്കെ, സോ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ളതിൽ നിന്ന് മാറി ചിന്തിക്കുക. ഡു ഇറ്റ് ഹിയർ ഡി സ്റ്റാൻഡ്സ് ഫോർ ഡിഫൈൻ, then problem, open mind, identify best solution, transform. And simplex tool, that is an industrial strength creativity tool. Okay, അതായത് നമ്മളൊരു സർക്കുലർ രീതിയിൽ ചിന്തിക്കുക. So that is simplex tool. Again, innovation. So innovation means making use. ഈ ക്രിയേറ്റിവിറ്റീനെ യൂസ് ചെയ്യുന്ന, ക്രിയേറ്റിവിറ്റി യൂസ് ചെയ്തിട്ട് നമ്മൾ പുതിയ എന്തെങ്കിലും പ്രൊഡക്റ്റ് ആകട്ടെ അല്ലെങ്കിൽ ഒരു സർവീസ് ആകട്ടെ, ഒരു ന്യൂ വേ ഓഫ് ഡൂയിങ് തിങ്സ്, that is known as innovation. Okay, it comes out of the following situation. So when do we go for an innovation? So when an unexpected event occurs, അല്ലെങ്കിൽ ഫെയിലിയർ ഓർ സക്സസ്. സപ്പോസ് ഇപ്പം നമുക്കറിയാം, അതായത് we go for an innovation, ventilators, low cost ventilators. Okay, so why do we thought of such an innovation? Because നമുക്കിപ്പോൾ ഒരു അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ളൊരു ഇവൻ്റ് ഉണ്ടായി. So we thought of that innovation. Okay, low cost ventilators, അങ്ങനൊരു തോട്ട് അത് വരാൻ കാരണം എന്താ, ഒരു അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ളൊരു ഇവൻറ്റ് കാരണം. ഓക്കെ, ദ പ്രോസസ് ഓർ ടാസ്ക് വിച്ച് നീഡ്സ് ഇംപ്രൂവ്മെൻറ്റ്. ഓക്കെ, എന്തെങ്കിലും ഇമ്പ്രൂവ് ചെയ്യണം, ഒരു ടാസ്ക് കുറച്ചും കൂടി ഇമ്പ്രൂവ് ചെയ്യണം, അതിനെ എഫക്റ്റീവ് ആക്കാൻ. സോ അങ്ങനെ ഒരു പ്രോസസ് ഓർ ടാസ്ക്, ഓക്കെ, അത് കാരണം ഒരു ഇന്നോവേഷൻ ഉണ്ടാകും. ചേഞ്ച് ഇൻ മാർക്കറ്റ് അല്ലെങ്കിൽ ഇൻഡസ്ട്രി ഇമ്പ്രൂവ്മെൻറ്റിന് എന്തെങ്കിലും വരുന്ന മാറ്റങ്ങൾ. അതുപോലെ തന്നെ ചേഞ്ച് ഇൻ മാർക്കറ്റ് ഓർ ഇൻഡസ്ട്രി സ്ട്രക്ചർ. ഓക്കെ, ഇൻഡസ്ട്രിയൽ സ്ട്രക്ചർ ടോട്ടലായിട്ട് ചേഞ്ച് ചെയ്താൽ, സോ വി ബ്രിങ് അബൌട്ട് അനദർ ഇന്നോവേഷൻ. then change in human population. Okay, human populationൽ ചേഞ്ച് ഉണ്ടായ, അതുപോലെ പെർസെപ്ഷൻ ആൻഡ് നോളജ്. സോ അങ്ങനെ ഓരോ കാര്യത്തിലും നമ്മൾ എന്താണ്, ഇന്നോവേഷൻസ് കൊണ്ടുവരികയാണ്. സോ ദിസ് ഈസ് ഓൾ അബൌട്ട് ക്രിയേറ്റിവിറ്റി ആൻഡ് ഇന്നോവേഷൻ. നൗ the important questions are, list any 2 methods to deal with decision making under uncertainty. സോ അൺസർട്ടണിറ്റിയിൽ ഡിസിഷൻ മേക്ക് ചെയ്യാനായിട്ടുള്ള any 2 methods. സോ അൺസർട്ടണിറ്റിയിൽ നമ്മൾ പറഞ്ഞായിരുന്നു അല്ലേ, നമുക്ക് എങ്ങനെയൊക്കെ കൊണ്ടുവരാം, എന്തൊക്കെ ക്രൈറ്റീരിയാസ് വെച്ചിട്ട് കൊണ്ടുവരാമെന്ന്. സോ മാക്സിമൈസ്, അതായത് ഒപ്റ്റിമിസ്റ്റിക്, പെസിമിസ്റ്റിക്, അങ്ങനെ കുറേ ക്രൈറ്റീരിയാസ് പറഞ്ഞായിരുന്നു. ഓക്കെ, സോ ദാറ്റ് ഈസ് ഹൗ വി ഡീൽ വിത്ത് അൺസർട്ടണിറ്റി. അഗെയിൻ എക്സ്പ്ലെയിൻ. സോ ഇവിടെ 2 മെത്തേഡ്സ് എന്ന് പറയുമ്പോൾ അത് 2 ക്രൈറ്റീരിയയാണ്, പെസിമിസ്റ്റും ഒപ്റ്റിമിസ്റ്റിക്കും അല്ലേ. 2 മെത്തേഡ്സ് എന്ന് വെച്ചാൽ നമ്മൾ ഏതൊക്കെയാണ് മെത്തേഡ്സ് ആണ് കേട്ടോ. ഇവിടെ മെത്തേഡ്സ് ലിസ്റ്റ് any 2 മെത്തേഡ്സ് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ ഡിസിഷൻ ട്രീ, ഓക്കെ, റിസ്ക് അനാലിസിസ്, ഡിസിഷൻ ട്രീ ആൻഡ് പ്രിഫറൻസ് തിയറി, ഈ 3 കാര്യങ്ങൾ. ഓക്കെ, അതാണ് മെത്തേഡ്സ്. അതുപോലെ ക്രൈറ്റീരിയ നിങ്ങൾ അവിടെ മെൻഷൻ ചെയ്യണം. ഓക്കെ, സോ ഹിയർ ലിസ്റ്റ് any 2 മെത്തേഡ്സ് ടു ഡീൽ വിത്ത് ഡിസിഷൻ മേക്കിംഗ് അണ്ടർ അൺസർട്ടണിറ്റി. Again, explain creative process and innovation, 10 marks. So you have to explain the creative process, ആ 4 സ്റ്റെപ്സും, അതുപോലെ തന്നെ ടൂൾസ്, then innovation. Okay, write short notes on decision making under uncertainty and risk. Distinguish between programmed and unprogrammed. Then discuss the steps identified. Okay, creative process ൻ്റെ സ്റ്റെപ്സ്, 4 സ്റ്റെപ്സ് ഏതൊക്കെയായിരുന്നു? അൺകോൺഷ്യസ് സ്കാനിങ്, ഇൻറ്റ്യൂഷൻ, ഡെവലപ്പിംഗ് ഇൻസൈറ്റ്സ്. Illustrate difference between programmed and non-programmed decision by highlighting suitable examples. So examples തന്നിട്ടുണ്ട്. Describe the following stages. ഓരോ സ്റ്റേജും ഡിസ്ക്രൈബ് ചെയ്യുക. സോ ഈ എല്ലാ ക്വസ്റ്റ്യൻസും നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തതാണ്.